ഹലോ ഫ്രണ്ട്സ്, കോളിവുഡ് ഇൻഡസ്ട്രിക്ക് പുതിയ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു എക്സ്പെരിമെൻ്റൽ പടമായിരിക്കുകയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന മൂവി. എന്തൊക്കെയാണെന്ന് വ്യക്തമായി നമുക്ക് നോക്കാം. അപ്പോൾ സ്പീഡിൽ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി വെറും 49 ഡേയ്സോ എന്തോ ഉള്ളു തോന്നുന്നു ഗോട്ട് മൂവി നമ്മൾ തിയേറ്ററിൽ കാണുന്ന ദിവസത്തിനായിട്ട്. ഈ മാസം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചറപറ അപ്ഡേറ്റ് ആയിരിക്കും. ഇനി ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അടുത്ത മാസം എല്ലാത്തിനും റെഡി ആയിരിക്കും. പക്ഷേ റിലീസ് ചെയ്യുന്ന പോസ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി വളരെ ശോകമാണ്. അത് നന്നാക്കി തന്നെ പടത്തിന് അത്യാവശ്യം ഗുമ്മൊക്കെ കിട്ടുള്ളൂ. വലിയ പടം എടുത്തു വെച്ചിട്ട് ഒരു അവനെ കുറച്ച് പോസ്റ്റേഴ്സ് ഇറക്കി വിടുന്നത് ഗോപി പ്രശ്നം ഇപ്പോഴും ഒരു മിടുക്കനായി മാറിയിട്ടുണ്ട്. ഇനിയെങ്കിലും കൊള്ളാവുന്ന പോസ്റ്റേഴ്സ് റിലീസാക്കാം. ആകെ ഗോട്ടിൽ ഇത്രയും പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് 1-2 ഒക്കെ കൊള്ളാവുന്ന ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കുറേ ഒരു ആവറേജ് ലെവലുള്ള പോസ്റ്റേഴ്സാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ അറ്റംപ്റ്റാണ് ഗോട്ട് മൂവി ചെയ്യുന്നത്. അതായത് കോളിവുഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ VFX യൂസ് ചെയ്ത പടമായിട്ടാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാറിയിട്ടുണ്ട്. 2.0 എന്തിനേക്കാളും VFX വർക്ക് ഇപ്പോൾ നമ്മുടെ ഗോട്ട് മൂവിക്ക് ആണ് എന്നുള്ള അപ്ഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് AI വർക്ക്സ് എന്നും പടത്തിലുണ്ട്. അത് കോളിവുഡ് എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ പുതിയ AI ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ചിത്രവും ഗോട്ട് മൂവി ആകാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരുപാട് AI ടെക്നോളജീസ് ഒക്കെ നമ്മുടെ ഗോട്ട് മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ടെക്നോളജീസ് ഒക്കെ ഗോട്ട് മൂവിയിലുണ്ട്. അതുപോലെ തന്നെ AI വർക്ക്സ് എല്ലാം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്നൊരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പുതുമയായിട്ടുള്ള ഒരു ഫ്രഷ് ഫീൽ എക്സ്പീരിയൻസ് വരുന്ന അറ്റംപ്റ്റ് ആണ് എന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. എല്ലാം കേൾക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഈ VFX ഇത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. VFX വർക്ക്സ് പാളാണ്ടിരുന്നാൽ മതിയായിരുന്നു. VFX പൊളിച്ചാൽ തന്നെ പടത്തിന് മേലെ വിശ്വാസം വരുള്ളൂ. അത് അറിയണമെങ്കിൽ ട്രെയിലർ തന്നെ വരണം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്ന കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.